കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലേക്കാണ് ഇന്നത്തെ യാത്ര. കാഞ്ഞങ്ങാട് നിന്നും ദിവസവും ഉച്ചയ്ക്ക് 12:05 പുറപ്പെടുന്ന മാംഗ്ലൂർ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ് ടിക്കറ്റ് എടുത്തത്. പൊതുവെ കൃത്യസമയം പാലിക്കുന്ന ഒരു തീവണ്ടിയാണ് ഇൻ്റർസിറ്റി എക്സ്പ്രസ്. കാഞ്ഞങ്ങാടിനും കോഴിക്കോടിനും ഇടയ്ക്ക് വെറും 5 സ്റ്റോപ്പുകൾ മാത്രമേ ഈ തീവണ്ടിക്കുള്ളൂ. ഇൻ്റർസിറ്റി കൃത്യസമയം പാലിച്ചു. അങ്ങനെ 2:12 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങി. കോഴിക്കോട് നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിലൂടെ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് ഈ യാത്ര. കോഴിക്കോട് നഗരത്തിൻ്റെ മുഖ്യ ജലസ്രോതസ്സായ മാനാഞ്ചിറയാണ് ഈ കാണുന്നത്. നഗരത്തിലെ ഒരു പ്രധാന വിശ്രമ കേന്ദ്രം കൂടിയാണ് മാനാഞ്ചിറ സ്ക്വയർ. വ്യാപാരത്തിനും സംസ്കാരത്തിനും ചരിത്രത്തിനും ഭക്ഷണത്തിനുമൊക്കെ ഏറെ പേരുകേട്ട നാടാണ് കോഴിക്കോട്. ഈ കാണുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ്. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സിറ്റികളിലേക്കും ഇവിടെ നിന്നും KSRTC ബസ്സുകൾ ലഭ്യമാണ്. KSRTCയുടെ ഈ മലബാർ ബസ്സിലാണ് വയനാട്ടിലേക്കുള്ള എൻ്റെ യാത്ര. കോഴിക്കോട് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ പുറത്തു കടന്ന് ബസ് വയനാട് ലക്ഷ്യമാക്കി പായുകയാണ്. ശരിക്കും സുൽത്താൻ ബത്തേരിയിലേക്കുള്ള എൻ്റെ ഈ യാത്ര വല്ലാത്തൊരു ഗൃഹാതുരത്വമാണ് എനിക്ക് സമ്മാനിക്കുന്നത്. എൻ്റെ ഡിഗ്രി പഠനകാലം ഞാൻ ചിലവഴിച്ചത് ബത്തേരിയിലാണ്. 3 വർഷത്തെ ഹൃദയ അടുപ്പമുണ്ട് എനിക്ക് ഈ പട്ടണവുമായിട്ട്. ഒട്ടേറെ നല്ല സൗഹൃദങ്ങളും നല്ല ഓർമ്മകളുമൊക്കെ സമ്മാനിച്ച ഒരു നഗരമാണ് സുൽത്താൻ ബത്തേരി. ഒരു കോട്ടവും തട്ടാതെ നിലനിൽക്കുന്ന ഒരു പിടി സൗഹൃദങ്ങൾ ഇന്നും ഇവിടെയുണ്ട് എനിക്ക്. 6 വർഷമെങ്കിലും ആയിട്ടുണ്ടാകും ഞാൻ അവസാനമായി സുൽത്താൻ ബത്തേരിയിൽ പോയിട്ട്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ആകാംക്ഷയാണ് ഇന്നെനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഈ പട്ടണത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി ബസ് ഇറങ്ങുന്നതോർത്ത്. 98 കിലോമീറ്റർ ദൂരമുണ്ട് കോഴിക്കോട് നിന്നും സുൽത്താൻ ബത്തേരിക്ക്. 2.5 മണിക്കൂർ ദൂരം. 118 രൂപയാണ് മലബാർ ബസ്സിന് ടിക്കറ്റ് റേറ്റ്. രാപകൽ വ്യത്യാസമില്ലാതെ കോഴിക്കോട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്കും തിരിച്ച് കോഴിക്കോടേക്കും KSRTC ബസ്സുകൾ ലഭ്യമാണ്. ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും ഒട്ടനവധി പ്രത്യേകതകളുള്ള ജില്ലയാണ് വയനാട്. വയലുകളുടെ നാട് എന്നർത്ഥം വരുന്ന വയൽ നാട് ലോപിച്ചാണ് പിന്നീട് വയനാടായി മാറിയത്. കേരളത്തിൽ ഏറ്റവും അധികം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ജില്ലയാണ് വയനാട്. സദാസമയവും നൂൽമഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നനുത്ത അന്തരീക്ഷമാണ് വയനാടിൻ്റേത്. വയനാടൻ മലനിരകളുടെ കുത്തനെയുള്ള കയറ്റങ്ങളിലേക്ക് നമ്മുടെ ബസ് പ്രവേശിച്ചു കഴിഞ്ഞു. കോഴിക്കോട് നിന്നും വയനാട്ടിലേക്കുള്ള യാത്രയിൽ ഏറ്റവും വലിയ ആകർഷണം താമരശ്ശേരി ചുരം വളവുകളുടേതാണ്. 9 ഹെയർപിൻ ബെൻഡുകൾ പിന്നിട്ട് വേണം വയനാടിൻ്റെ മലനിരകളിലെത്തുവാൻ. പശ്ചിമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ മനോഹരമായ ചുരം വളവുകൾ അതിസാഹസികമായ ഡ്രൈവിംഗ് അനുഭവവും പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളും കാഴ്ചവെക്കുന്നു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലയിടുക്കാണ് താമരശ്ശേരി ചുരം. മൂടിക്കെട്ടിയ കാടുകളും തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന മലനിരകളും പെയ്തൊഴിയുന്ന വെള്ളച്ചാട്ടങ്ങളും യാത്രയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. കാഴ്ചകൾക്ക് ഉന്മേഷം പകരുന്ന നിരവധി വ്യൂ പോയിൻറ്റുകൾ ഈ പാതയിലുണ്ട്. മഴക്കാലത്ത് ചുരം പാതകളിലൂടെയുള്ള യാത്രകൾ അവിസ്മരണീയമായ യാത്രാനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഈ യാത്രകൾ വിനോദങ്ങളും വിസ്മയങ്ങളുമാവുകയാണ് ഇവിടെ. ആദ്യകാലങ്ങളിൽ വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളും മറ്റു മലനാടൻ ഗോത്രവർഗങ്ങളും കാൽനടയാത്രയ്ക്കായി ഈ പാത ഉപയോഗിച്ചിരുന്നു എന്നതാണ് ചരിത്രം. മലനിരകൾ പിന്നിടുമ്പോൾ താഴെ മലയടിവാരത്തിലെ കാഴ്ചകൾ ഓരോന്നും ഏറെ ഹൃദ്യമായി തോന്നും. അങ്ങനെ നമ്മൾ വയനാട്ടിലെ ലക്കിടി വ്യൂ പോയിൻറ്റിലേക്ക് കടന്നിരിക്കുകയാണ്.
ഈ പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റാണിത്. കോഴിക്കോട് നഗരത്തിൻ്റെയും താമരശ്ശേരി പട്ടണത്തിൻ്റെയും ഒക്കെ വിദൂര ദൃശ്യങ്ങൾ ഈ വ്യൂ പോയിന്റിൽ നിന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. സദാസമയവും സഞ്ചാരികളുടെ വാഹനങ്ങളുടെ നീണ്ട നിര ഇവിടെ ദൃശ്യമാണ്. ഫോട്ടോഷൂട്ടിനായി സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പോയിൻ്റാണ്. വയനാട്ടിലേക്കുള്ള ഹെയർ പിൻ ബെൻഡുകളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. രാത്രികാലങ്ങളിൽ മൂടൽമഞ്ഞിൻ്റെ മറ നീക്കി വേണം ഈ വ്യൂ പോയിൻ്റ് പിന്നിടുവാൻ. നമ്മളങ്ങനെ വയനാടിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് വയനാടിൻ്റെ പ്രവേശന കവാടം. ലക്കിടിയിൽ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം മഴ ലഭിച്ചുകൊണ്ടിരുന്നത് വയനാട്ടിലെ ലക്കിടിയിലാണ്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും വിനോദസഞ്ചാര മേഖലയുടെ അതിപ്രസരണവും വയനാടിൻ്റെ കാലാവസ്ഥയെ തകിടം മറിച്ചു. ഇന്ന് എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ ലഭിക്കുന്നത്. വയനാട്ടിലേക്ക് പ്രവേശിച്ചതോടെ ഭൂപ്രകൃതിയിൽ ആകെ വ്യത്യാസം കണ്ടു തുടങ്ങി. 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ലക്കിടിയല്ല ഇന്ന്. പാതയ്ക്കിരുവശവും അനവധി റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും പാർക്കുകളും പ്രൈവറ്റ് ടൂറിസം കേന്ദ്രങ്ങളുമൊക്കെയായി ലക്കിടിയും പൂക്കോടും വൈത്തിരിയുമൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. വൈത്തിരി പിന്നിട്ടതോടെ വയനാട്ടിൽ വേനൽ മഴ ശക്തി പ്രാപിച്ചു. കാഴ്ചകളെ ചെറുതായി മറച്ചുകൊണ്ട് മഴ തിമിർക്കുകയാണ്. ചുണ്ടേൽ എന്ന ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. വയനാട്ടിലെ അതിമനോഹരങ്ങളായ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ചുണ്ടേൽ. അടുത്ത കാലത്തായി നിരവധി സ്വകാര്യ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വയനാട് ജില്ലയിൽ കടന്നു വന്നിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ടൂറിസം ആക്ടിവിറ്റികൾ കാഴ്ചവെച്ചുകൊണ്ട് നിരവധി അഡ്വഞ്ചർ പാർക്കുകളും ഇവിടെയുണ്ടിപ്പോൾ. വയനാട്ടിലെ ടൂറിസം സങ്കല്പങ്ങളൊക്കെ അടിമുടി മാറിയെന്ന് തോന്നും. എവിടെ നോക്കിയാലും റിസോർട്ടുകളുടെ കാഴ്ചകളാണ്. വിനോദസഞ്ചാരികളുടെ തിരക്കാണ് എവിടെയും. നാച്ചുറൽ ടൂറിസം അട്രാക്ഷൻ എന്ന പരമ്പരാഗത രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി മാൻമെയ്ഡ് ടൂറിസം അട്രാക്ഷനുകളും സിംബയോട്ടിക് ടൂറിസം അട്രാക്ഷനുകളുമൊക്കെ ഇപ്പോൾ വയനാട്ടിലെ പതിവ് കാഴ്ചകളാണ്. എല്ലാ അർത്ഥത്തിലും വയനാട് ടൂറിസം അതിൻ്റെ ഉയരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. പൂക്കോട് തടാകവും ഇടക്കൽ കേവും സൂചിപ്പാറയും മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കുറുവാദ്വീപും ചേമ്പ്ര പീക്കും ബാണാസുര സാഗർ ഡാമും കാരാപ്പുഴയും ഫാൻറ്റം റോക്കുമൊക്കെയാണ് വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം ആകർഷണങ്ങൾ. അടുത്ത കാലത്തായി ഹെലി ടൂറിസം പ്രൊജക്റ്റുകളും വയനാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മളങ്ങനെ സുൽത്താൻ ബത്തേരി പട്ടണത്തിലേക്ക് കടന്നിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1050 മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരി എന്ന പേര് ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തെ ചെറുക്കുവാൻ ഇവിടെ ഒരു മിലിറ്ററി സ്റ്റേഷൻ സ്ഥാപിച്ചിരുന്നത്രേ. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നത്. ആദ്യകാലങ്ങളിൽ ഈ പട്ടണം ഗണപതി പട്ടം എന്ന് അറിയപ്പെട്ടിരുന്നു. ടിപ്പു സുൽത്താൻ്റെ കോട്ടയുടെ ഏതാനും അവശേഷിപ്പുകൾ മാത്രം ഇപ്പോഴും സുൽത്താൻ ബത്തേരിയിൽ കാണാം. ചരിത്രാന്വേഷികൾക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ട ഇടമാണ് സുൽത്താൻ ബത്തേരി. 2000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ജൈന ക്ഷേത്രം ഈ പട്ടണത്തിൻ്റെ സമീപത്തായുണ്ട്. ഈ ക്ഷേത്രം ടിപ്പു സുൽത്താൻ ആയുധ ശേഖരണത്തിനായി ഉപയോഗിച്ചിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. കേരളത്തിലെ ക്ലീൻ സിറ്റി എന്നാണ് സുൽത്താൻ ബത്തേരി അറിയപ്പെടുന്നത്. ഇടയ്ക്കൽ കേവും കാരാപ്പുഴ ഡാമും വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ചെതലയും വാട്ടർഫാൾസുമൊക്കെയാണ് ഈ സിറ്റിയുടെ തൊട്ടടുത്തുള്ള വിനോദസഞ്ചാര ആകർഷണങ്ങൾ. കർണാടകത്തിലെ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കുമുള്ള പാതകൾ ഇവിടെ നിന്നും ആരംഭിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വൃത്തിയും വെടിപ്പുമുള്ള ഒരു പട്ടണമാണ് സുൽത്താൻ ബത്തേരി. നഗരത്തിൽ
തുപ്പുവാനോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുവാനോ അനുവദിക്കുന്നതല്ല. നഗരത്തിൻ്റെ നടപ്പാതകളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മാലിന്യത്തിൻ്റെ ഒരു കണിക പോലും നമുക്ക് ഈ പട്ടണത്തിൽ കാണുവാൻ സാധിക്കില്ല. കേരളത്തിലെ മറ്റേതൊരു പട്ടണവും ഇത്രയേറെ വൃത്തിയോടെ പരിപാലിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടന്നു തീർത്ത ഈ പട്ടണത്തിൻ്റെ നടപ്പാതകളിലൂടെ ഒരിക്കൽ കൂടി ഒരു രാത്രി നടത്തത്തിലാണ് ഞാൻ.